ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൊബൈൽ ഫോൺ എല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം ആ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി എല്ലാം വളരെ പെട്ടെന്ന് തന്നെ വീക്കാകുന്നു. ഇപ്പോൾ കുറച്ച് മാസങ്ങളെല്ലാം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തിനടുത്തെല്ലാം ആകുമ്പോഴേക്കും ഇതിൻ്റെ ബാക്കപ്പ് എല്ലാം വളരെയധികം കുറഞ്ഞു വരുന്നു. അതിനാൽ തന്നെ നല്ല രീതിയിലുള്ള ബാക്കപ്പ് ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. പലപ്പോഴും ഇത്തരത്തിൽ കുറച്ച് വർഷങ്ങളെല്ലാം കൂടുമ്പോഴേക്കും നിങ്ങളുടെ ബാറ്ററി എല്ലാം റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമെല്ലാം വരാറുണ്ട്. എന്നാൽ ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ബാറ്ററിയുടെ ഇതിൻ്റെ ലൈഫ് എല്ലാം കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനായി ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ ബാറ്ററി എന്ന് സെർച്ച് ചെയ്യുക. ഇത്തരത്തിൽ ബാറ്ററി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് ഈ ഒരു ഫോണിൽ കാണിക്കുന്നത് ബാറ്ററി പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ എല്ലാമാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് എല്ലാം നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ പലതരത്തിലുള്ള കേബിളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതായത് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിനോട് കൂടി തരുന്ന ആ ഒരു ഒറിജിനൽ കേബിൾ എല്ലാം തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കേബിൾസ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചാർജർ എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററിയുടെ ലൈഫ് എല്ലാം തന്നെ കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട്. പലരും ഇത് ശ്രദ്ധിക്കാതെ പല തരത്തിലുള്ള കേബിളെല്ലാം യൂസ് ചെയ്ത് നമ്മൾ ഇത്തരത്തിൽ ഈ മൊബൈൽ ഫോൺ എല്ലാം ചാർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ മൊബൈൽ ഫോൺ എല്ലാം ചാർജിന് വെക്കുമ്പോൾ പലപ്പോഴും ഇത് 100% എല്ലാം എത്തുന്നത് വരെയെല്ലാം അല്ലെങ്കിൽ നമ്മൾ ഇത് ചാർജിനിടുമ്പോൾ ഇത്തരത്തിൽ ഓൺ ചെയ്തിട്ടതിന് ശേഷം എപ്പോഴെങ്കിലും പോയിട്ടാണ് നമ്മൾ മൊബൈലിൽ നിന്നും ഈ കേബിളെല്ലാം റിമൂവ് ചെയ്യുക. അപ്പോൾ ഇത് ഫുൾ ചാർജ് എല്ലാം ആയി കാണും. അതിനുശേഷം ഇത്തരത്തിലെല്ലാം ഇരിക്കുമ്പോഴെല്ലാം ഇതെല്ലാം തന്നെ നമ്മുടെ മൊബൈൽ ബാറ്ററി എല്ലാം ഡാമേജ് ആകാൻ കാരണമാകും. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ബാറ്ററി എല്ലാം നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി എല്ലാം ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏകദേശം 80%-നടുത്തായി അത്രത്തോളം എല്ലാം ആകുമ്പോഴേക്കും നിങ്ങൾ ഇത് ചാർജർ എല്ലാം തന്നെ ഡിസ്കണക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനാൽ തന്നെ ഇത്തരത്തിൽ ചെയ്യുക വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് എല്ലാം തന്നെ കൂടുതലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു സെറ്റിങ്ങിനെ കുറിച്ചെല്ലാമാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു മൊബൈലിൽ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ചില ആളുകളുടെ മൊബൈലിൽ ബാറ്ററി എന്ന് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ബാറ്ററി ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ പല സെറ്റിങ്സ് എല്ലാം കാണും. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും താഴത്ത് വന്നിരിക്കുന്ന യുവർ ബാറ്ററി വിൽ സ്റ്റോപ്പ് ചാർജിങ് വെൻ ഇറ്റ് റീച്ചസ് 80% എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ 80% എല്ലാം നമ്മുടെ ബാറ്ററി എല്ലാം ചാർജ് ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി സ്റ്റോപ്പ് ആകുമെന്നാണ് ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിലെല്ലാം സെറ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് സ്പാൻ എല്ലാം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ചില മൊബൈലുകളിലെല്ലാം നിങ്ങൾ ബാറ്ററി എന്ന സെറ്റിങ്സിൽ പോയതിന് ശേഷം സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ചാർജ് ലിമിറ്റ് എന്നെല്ലാമാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ചാർജ് ലിമിറ്റ് എന്നെല്ലാമാണ് കാണിക്കുന്നതെങ്കിൽ ലിമിറ്റ് 80% എന്ന ഓപ്ഷനെല്ലാം ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അതുമല്ലെങ്കിൽ ചില ആളുകൾക്ക് സ്മാർട്ട് ചാർജിങ് എന്നൊരു ഓപ്ഷനെല്ലാം ലഭിക്കാറുണ്ട്. ഇതും ഇത്തരത്തിൽ നമ്മുടെ ബാറ്ററി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷൻ എല്ലാമാണ് ഇവിടെ കാണിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരു 80% വരെയെല്ലാം ചാർജ് ചെയ്ത് മൊബൈലെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് എല്ലാം തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ പല മൊബൈലിലും പല തരത്തിലുള്ള ഓപ്ഷൻസ് എല്ലാമാണ് നിങ്ങൾക്ക് ലഭിക്കുക. പുതിയ മൊബൈലുകളിലെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്. അതായത് 80%-ൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇത്തരത്തിൽ ബാറ്ററി ചാർജ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. നിങ്ങളും ഇതുപോലെ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഈ സെർച്ച് ചെയ്ത് ഈ ഓപ്ഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.